അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, 2025 നടക്കാൻ പോകുന്ന APSLM ഹോളി ഖുർആൻ അവാർഡിൻ്റെ ഭാഗമായി മുതിർന്ന ആളുകൾക്ക് അഥവാ 21 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ കുട്ടികളുടേതുമായ മത്സരങ്ങളെല്ലാം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള നല്ല ഒരു പ്രോത്സാഹനമാണ്. കാരണം ഖുർആൻ എന്ന് പറയുന്നത് അത് കേവലമായ പാരായണത്തിന് വേണ്ടിയുള്ള ഗ്രന്ഥമല്ല, മറിച്ച് അത് പഠിക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇതാണ് ഖുർആൻ്റെ സന്ദേശം. വിശുദ്ധ ഖുർആനിൽ ആദ്യമായിട്ട് അവതീർണമാവുന്ന വചനങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ സൂറത്തുൽ അലഖിലെ ആദ്യ വചനങ്ങളാണ്. വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. ഖുർആൻ ആരംഭിക്കുന്നത് വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് വലിയ പ്രോത്സാഹനങ്ങൾ സമൂഹത്തിൽ ആവശ്യമാണ്. പരലോകത്ത് വലിയ സമ്മാനം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കാനുണ്ട് എന്നതോടൊപ്പം തന്നെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് വലിയ പ്രോത്സാഹനങ്ങൾ ഖുർആൻ പഠിച്ച ആളുകൾക്ക് ആവശ്യമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഇതെല്ലാം അള്ളാഹു ചോദിക്കുന്നതാണ്. ഖുർആൻ അവർ ആഴത്തിൽ പഠിക്കുന്നില്ലേ, അതോ അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവന്ന് വീണിരിക്കുകയാണോ? ഇങ്ങനെയെല്ലാമാണ് ഖുർആൻ ചോദിക്കുന്നത്. ഖുർആൻ ആഴത്തിൽ പഠിക്കണം, ഖുർആൻ ഹൃദ്യസ്ഥമാക്കണം, അത് മനഃപ്പാഠമാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ, അതിൻ്റെ ആശയം മനസ്സിലാക്കിയ ആളുകൾ, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗവേഷണം നടത്തുന്ന ആളുകൾ, അവർക്കൊക്കെ സമൂഹത്തിൽ വലിയ പ്രോത്സാഹനം ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് APSLM ഹോളി ഖുർആൻ അവാർഡ്. അത് 2024 നടന്നിരുന്നു. ഇനി 2025 അവാർഡ് ദാനവും നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ആ മത്സരത്തിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ മാറുക. അങ്ങനെ ഈ ഖുർആൻ്റെ അധ്യാപനത്തിലും ഖുർആൻ്റെ പഠനത്തിലും ഖുർആൻ്റെ പ്രചരണത്തിലും ഭാഗമായിട്ട് മാറാൻ നമുക്കെല്ലാവർക്കും സാധ്യമാവേണ്ടതുണ്ട്. നമ്മുടെ ഈ നടക്കാൻ പോകുന്ന APSLM ഹോളി ഖുർആൻ അവാർഡ് 2025 എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും ഈ പരിപാടി വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.